ഓക്കെ, നമുക്കപ്പം നോക്കാം ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. എന്താണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്? നമുക്ക് 3 ടൈപ്പ് ഓഫ് ഗോൾഡൻ റൂൾസ് ഉണ്ട്. അക്കൗണ്ടൻസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസാണ്. അപ്പോൾ നമുക്ക് നോക്കാം 3 ടൈപ്പ് ഓഫ് ഗോൾഡൻ റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റിയൽ അക്കൗണ്ട്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, അതിൻ്റെ റൂളാണത്. applicable to this rule is applicable to all asset of the business. എല്ലാ ബിസിനസ്സിൽ വരുന്ന എല്ലാ അസറ്റിനും ഈ റൂൾ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന്. ക്യാഷ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, ട്രേഡ് മാർക്സ്, ഇത്രയൊക്കെയാണ് നമുക്ക് അസറ്റിൽ വരുന്നത്. രണ്ടാമത്തേത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്തുവാ? പേഴ്സണലായിട്ടുള്ള റിലേറ്റഡ് കാര്യങ്ങൾ. അതായത് ഡെബിറ്റ് ആൻഡ് റൂൾ വരുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്ലിക്കബിൾ ടു, അതിൻ്റെ റൂൾ ഇതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ അപ്ലിക്കബിൾ ചെയ്യുന്നത്? ദിസ് റൂൾ ഈസ് അപ്ലിക്കബിൾ ടു പേഴ്സണൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്. 2 രീതിയിലാണ് വരുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യലും പിന്നെ റീപ്രസെൻറ്റേറ്റീവ് പേഴ്സണിലാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഇതൊക്കെയാണ് വരുന്നത്. ലൈക്ക് റാം ആൻഡ് കമ്പനി, ബാങ്ക് അക്കൗണ്ട്, SBI, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇതാണ് ഇത്രയും വരുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് നോമിനൽ അക്കൗണ്ട്സ്. അതിൽ വരുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് പ്രോഫിറ്റ്. അപ്ലിക്കബിൾ ടു, ദിസ് റൂൾ ഈസ് അപ്ലിക്കബിൾ ടു എക്സ്പെൻസ്, ഇൻകം ആൻഡ് ലോസസ്, ലോസ് ആൻഡ് പ്രോഫിറ്റ്. അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. എക്സ്പെൻസ്, ഇൻകം, ലോസസ് ആൻഡ് പ്രോഫിറ്റിലുമാണ് ഇത് വരുന്നത്. അപ്പോൾ അത് വരുന്നത് എങ്ങനെയാണ്? സാലറി, വേജസ്, പർച്ചേസ്, സെയിൽസ്, കമ്മീഷൻ റിസീവ്ഡ്, ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ക്ലാസ് ഇരുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഗൈസ്.